ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം ജോലികൾ ചെയ്യാനുണ്ട്. ബിക്കോസ് മമ്മി ടൂർ പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, എവറിത്തിങ് ഐ ഹാവ് ടു പ്രിപ്പയർ. നല്ല രസമല്ലേ കാണും, സൺലൈറ്റ് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നതാണ്, നല്ല പ്രത്യേക ഭംഗിയില്ലേ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ പരിപാടികൾ തുടങ്ങാം. ഇന്ന് നമ്മൾ മോർണിംഗ് ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. യൂഷ്വലി വീട്ടിൽ ദോശയാണ് ഉണ്ടാക്കാറ്, പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന്. ഇഡ്ഡലി പൊതുവേ ഉണ്ടാക്കാറില്ല. അപ്പോൾ ടുഡേ ലെറ്റ്സ് ട്രൈ സം ഇഡ്ഡലി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങി. ബാറ്ററൊക്കെ മമ്മി ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ബാറ്റർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ സംഭവത്തിൽ ഇങ്ങനെ ഓട്ടയുള്ളൊരു പാത്രം വയ്ക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. എന്തെങ്കിലും എണ്ണ വയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. സോ നമുക്ക് എണ്ണ തേച്ച് നന്നായിട്ട് എണ്ണ തേച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഡ്ഡലിയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് വലിയ പിടിയില്ല. സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ളതേ ഒരു ഡൗട്ടാണ്. എനിവേസ് നമുക്കൊന്ന് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കാം. സക്സസ്ഫുൾ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലാൻ മാറ്റി നമ്മുടെ ദോശ പരിപാടിയിലേക്ക് ഇറങ്ങാം. ദോശയാണ് യൂഷ്വലി എപ്പോഴും വീട്ടിലുണ്ടാക്കാറ്. ഒരു പണി പണിയിൽ ഒരു കയറുന്നില്ലല്ലോ. ഓക്കെ, സോ നമുക്ക് എടുക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഇഡ്ഡലി കോരി ഒഴിച്ച് കഴിഞ്ഞു. നമുക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്നാണ് ഓർക്കണേ. അപ്പം ഇതിന് പറ്റിയ സോ നമുക്ക് സംഭവം മൂടി വയ്ക്കാം. ഓക്കെ, സോ ഇനി നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, സോ നമ്മൾ നമ്മുടെ ഇഡ്ഡലി വേഗം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. ഗ്രീൻ പീസ്. ഓക്കെ, സോ ഇതിവിടെ പ്ലേസ് ചെയ്തു. ഗ്രീൻ പീസ് ഞാൻ ഓൾറെഡി ഇന്നലെ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് കുതിർന്നിരിക്കുന്നുണ്ട് ഇവിടെ. ഉണ്ടോ നല്ല അടിപൊളി ഗ്രീൻ പീസ്. ഒരു പാത്രം നിറച്ചുണ്ട്. ആക്ച്വലി ഇത്രയും വേണ്ട നമ്മുടെ വീട്ടിലേക്ക്. ഞാൻ രണ്ട് ഇത് ഇടാറുള്ളൂ, 2 കവർ. പക്ഷേ ഇന്നലെ ഇട്ടപ്പോൾ ഒരു 3 കവറായിട്ട് കുറച്ച് അധികമായി. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ഗ്രീൻ പീസ് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം മമ്മി ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയപ്പോൾ അതിൽ കടലക്കറി തക്കാളി ഇട്ട് കണ്ടിരുന്നു. അപ്പോൾ എനിക്കത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നമുക്കും ഇന്നത്തെ നമ്മുടെ സംഭവത്തിൽ തക്കാളി കട്ട് ചെയ്തിടാം. ആക്ച്വലി കത്തി കാണുന്നില്ല, അതാണ് ഞാൻ നോക്കിയത് കേട്ടോ. യെസ്, കിട്ടി, അവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ കണ്ണ് കണ്ടില്ല. അപ്പോൾ നമുക്ക് ഒരു വലിയ മുട്ടി എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കട്ടിംഗ് ടേബിൾ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് തക്കാളിയും പിന്നെ സവാളയും കൂടി അതിലേക്ക് കട്ട് ചെയ്തിടാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കാച്ചിയാൽ മതി. പൊടിയിട്ട് കാച്ചി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി. ഓക്കെ, സോ നമുക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. ആക്ച്വലി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. മമ്മി ടൂർ പോകുന്നത് കൊണ്ട് അവരെ ഇന്നലെ തന്നെ പാക്ക് ചെയ്തു നമ്മൾ. അപ്പോൾ ഇന്നലെ രാത്രി അവർ പോയി, അതുകൊണ്ടാണ് ഇവിടെ ഇത്ര ശാന്തത. അല്ലെങ്കിൽ യൂഷ്വലി ഇവിടെ നല്ല സൗണ്ടാണല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്രീൻ പീസ് വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ ദിവസം മമ്മി ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ എനിക്ക് വന്നപ്പോൾ തന്നെ മമ്മി ഓൾറെഡി ഉണ്ടാക്കി. അതുകൊണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ വ്യക്തതയില്ല. എന്നിരുന്നാൽ കൂടി അതിൽ ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു അസംഷനിൽ ഇതൊക്കെ അങ്ങോട്ടിടാം. നമുക്കൊരു ഹാഫ് തക്കാളി കൂടി കട്ട് ചെയ്ത് ഹാഫ് അണിയനും കൂടി കട്ട് ചെയ്തിടാം. അതുകൂടി കിടക്കട്ടെ അല്ലേ. മമ്മി എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ റെസിപ്പി ചോദിച്ചില്ലായിരുന്നു. ബട്ട് ബിക്കോസ് ഞാൻ ഓൾറെഡി എണീറ്റ് വന്നിട്ട് ലേറ്റായി പോയായിരുന്നു. അപ്പോഴേക്കും മമ്മി എല്ലാവരും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പോയായിരുന്നു. എനിക്കൊന്ന് ലാസ്റ്റ് സാറ്റർഡേ അതിന് മുന്നത്തെ സാറ്റർഡേ ആയിരുന്നു എന്ന് തോന്നുന്നു. വീക്കെൻഡ്സൊക്കെ ഞാൻ വെരി ലേറ്റായിട്ട് എണീക്കുള്ളൂ. അത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി നേരത്തെ എണീറ്റു. ബിക്കോസ് നമ്മുടെ മമ്മി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പപ്പയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി നേരത്തെ എണീറ്റത്. അല്ലെങ്കിൽ ഞാൻ ഈ സമയത്തൊന്നും എണീക്കാറില്ല. ഉണ്ടെങ്കിൽ മമ്മി എന്തെങ്കിലുമൊക്കെ പപ്പയ്ക്ക് ഉണ്ടാക്കി കൊടുത്തോളൂ.
വീക്കെൻഡ്സിൽ ഞാൻ എണീക്കേണ്ട വരാറില്ല, പക്ഷേ വീക്ക് ഡേയ്സിൽ ഞാൻ എണീക്കണം. ബിക്കോസ് എനിക്കും കഴിക്കണമല്ലോ. അതുകൊണ്ട് വീക്ക് ഡേയ്സിൽ ഞാൻ എല്ലാ ദിവസവും നേരത്തെ എണീക്കും. നമ്മളപ്പോൾ നമ്മുടെ സവാള കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടണം കേട്ടോ. ഇനി കുറച്ച് ഇതിലേക്ക് ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കത് അടപ്പിക്കാം. ഇത്രയും മതിയാകുമെന്ന് വിശ്വസിക്കുന്നു. വേണമെങ്കിൽ ഇനി ഇടാം അല്ലേ? ഉപ്പല്ലേ, കൂടിയാൽ കുറയ്ക്കാൻ പാടാണല്ലോ, പക്ഷെ കുറഞ്ഞാൽ കൂട്ടാം. ഓക്കെ, സോ നമ്മുടെ കറി അവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് നമ്മുടെ കുക്കർ ക്ലോസ് ചെയ്ത് അടുപ്പത്ത് വെക്കാം. ഇതിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമുക്ക് ലഞ്ചിൻ്റെ കാര്യങ്ങൾ കൂടി ഇപ്പം തന്നെ ചെയ്ത് തീർത്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇഡ്ഡലി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇവന്മാർ ഉണങ്ങിയിട്ട് ഇവരെ മാറ്റിയിട്ട് നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ഇഡ്ഡലി വെക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മളെടുത്താൽ ചിലപ്പോൾ ഒട്ടിയിരിക്കുന്നുണ്ടാവും. ഞാൻ നന്നായിട്ട് എണ്ണ കഴിച്ചിട്ടുണ്ട്, കാര്യം എന്നിരുന്നാൽ കൂടെ ഒട്ടിയിരിക്കുകയായിരിക്കും തോന്നുന്നു. സൈഡിൽ നിന്നൊക്കെ ഇട്ട് വരുന്നുണ്ട് ഭാഗ്യം. യൂഷ്വലി ഞാനിത് തേച്ച് കഴിഞ്ഞ് ഇവർ ഒട്ടിയിരിക്കാറേ ഉള്ളൂ, ഇവരിങ്ങനെ പോരാറില്ല. എന്തായാലും അവർ നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ പെട്ടെന്ന് പോരുമായിരിക്കും. നമ്മൾ എടുത്താലേ ഉള്ളൂ, നല്ല ചൂടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് വെയിറ്റ്. നമുക്ക് കുഴപ്പമില്ല, മെയിൻ ടൈം നമുക്ക് നമ്മുടെ വേറെ പരിപാടികൾ ചെയ്യാം അല്ലേ? ഓക്കെ, സോ നമ്മുടെ ഇഡ്ഡലി സെറ്റായി. നമ്മുടെ ഗ്രീൻ പീസ് വിസിലടിച്ചിട്ടുള്ളൂ. സോ പ്രഷർ പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു പാവയ്ക്ക ഉപ്പേരി വെക്കാനുള്ള സംഭവങ്ങൾ റെഡിയാക്കാം. ഞാൻ വിചാരിക്കുന്നത് പരിപ്പും തക്കാളിയും കറി വെക്കാമെന്നാണ്. സോ കുറച്ച് തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടികൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ ലഞ്ചിൻ്റെ പരിപാടികളും ഇതിൻ്റെ കൂടത്തി അങ്ങ് തീരുമല്ലോ. സോ ലെറ്റ്സ് മേക്ക് പാവയ്ക്ക മെഴുക്ക് വരട്ടി. നമുക്കപ്പോൾ നമ്മുടെ പാവയ്ക്ക ക്ലീൻ ചെയ്തിട്ടുണ്ട്. സോ ഇത് കട്ട് ചെയ്തെടുക്കണം. യൂഷ്വലി ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ചോപ്പറിലിട്ട് കട്ട് ആണ് ചെയ്യാറ്. പക്ഷേ ഇത് ചോപ്പറിലിട്ടാൽ ചിലപ്പോൾ ചമ്മന്തി പോലെയാണ്. അപ്പോൾ കഴിക്കാൻ അത്ര സെറ്റപ്പ് ഉണ്ടാവില്ല. വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ചമ്മന്തി പോലെ ആയാലും, ചമ്മന്തി അല്ല, ലൈക്ക് ഭയങ്കര തിന്നായിപ്പോൾ, ഭയങ്കര ചെറുതായിപ്പോൾ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ വെള്ളം കളയാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറക്കുക, ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ക്ലീൻ ചെയ്യുക, ചെറുതായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനത്തെ പോലെ ഉണ്ടാക്കാം, അങ്ങനെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. അല്ലെങ്കിൽ മറ്റേ പോലെ ചോപ്പറിലിട്ടാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് കിട്ടും, വളരെ ചെറുതായിട്ട് കിട്ടും. അപ്പോൾ ഉപ്പൊഴിച്ച് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ആ ഒരു രോഗം ഭയങ്കര കൂടുതലായിരിക്കും. ഇതിൽ പിന്നെ ഞാൻ അങ്ങനെ ഉപ്പൊഴിച്ച് കളയാറില്ല. ബിക്കോസ് കുറച്ച് കയ്പൂടെ എല്ലാവരും കഴിക്കും. കുറച്ച് കയ്പിട്ടോ, ഞാനിത് അത്രയും കഴിക്കാറില്ല, കുറച്ചേ കഴിക്കുള്ളൂ. എങ്കിലും ഐ ട്രൈ ടു ഇൻക്ലൂഡ് ദിസ് ഇൻ മൈ ഡയറ്റ്. ബിക്കോസ് ഹെൽത്തി ആണെന്നാണല്ലോ ഒരു പൊതുവെയുള്ളൊരു വെപ്പ്. അതുകൊണ്ട് കേട്ടോ, അതുകൊണ്ട് മാത്രം ചില കഴിക്കാൻ പറ്റില്ലാത്ത സാധനങ്ങളും ഞാൻ എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ സംഭവം നമ്മൾ ഓഫ് ചെയ്തു. നല്ല വെന്ത മണം വരുന്നുണ്ട്. ഇത് കുറച്ച് വാടിയിലാണെന്ന് തോന്നുന്നു. കുറച്ച് ദിവസമായിരുന്നു കൊണ്ട് മേടിച്ചിട്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസാക്കി വയ്ക്കാം. പിന്നെ സംഭവമൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് മാറ്റാം. ഓക്കെ, സോ ഇതൊന്നും കൂടി ഒരു സ്ലൈസ് ആക്കിയിട്ട് ഒന്നും കൂടി നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുഞ്ഞു 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 പീസസ് ആക്കിയിട്ട് മാറ്റാം. നമ്മുടെ കോഴിക്കുട്ടന്മാരൊക്കെ എനിക്കൊന്നും ഒരു കൂവി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര തിൻ സ്ലൈസായിട്ട് അരിയണമെന്നാണ് ശാസ്ത്രം. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഉപ്പിലൊക്കെ ഇട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കളയാം കേട്ടോ. പക്ഷെ നമ്മളങ്ങനെ ചെയ്യുന്നില്ല.
വി ആർ ഡയറക്ട്ലി മേക്കിംഗ് ദിസ്. എനിക്ക് കുറേ തേങ്ങ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതിലൊക്കെ കുറേ തേങ്ങ വരിയിടും. എല്ലാ ഉപ്പേരിയിലും നിറച്ചും തേങ്ങ വരിയിടും. ഉപ്പേരിയിൽ പൊതുവെ തോരനിലാണല്ലോ തേങ്ങ ഇടുന്നത്. പക്ഷേ എങ്കിലും ഞാൻ കുറേ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പകുതി ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോക്കോളും. ഐ മീൻ അത് കഴിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ കുറേ തേങ്ങ വാരിക്കോരി ഇടുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ തേങ്ങയ്ക്ക് കുറച്ച് ക്ഷാമമാണ്. എന്നിരുന്നാൽ കൂടെ നമുക്ക് തേങ്ങ ഇടാം. കുറേ തേങ്ങ ഇട്ട് നമുക്ക് കഴിക്കാം. നമ്മുടെ ഫുഡ് അങ്ങോട്ട് ടേസ്റ്റി ആവട്ടെ. ഓക്കെ, സോ നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ഈ ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട്, ആക്ച്വലി തികയുമോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഒരെണ്ണം കൂടി ഇരിക്കുന്നുണ്ട്, പക്ഷേ അത് അധികമായാലോ എന്ന് ഓർത്തിട്ട് ഞാൻ എടുക്കാതിരുന്നത്. പക്ഷേ ഐ തിങ്ക് അതും കൂടി എടുത്താലേ നമ്മുടെ വീട്ടിൽ തികയത്തുള്ളൂ. വേണമെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക്, ബിക്കോസ് ഇതിപ്പോൾ ഹാഫ് പ്ലേറ്റ് ആയിട്ടുള്ളൂ. മമ്മിക്ക് ഇത് ഭയങ്കര ഇഷ്ടം കേട്ടോ. മമ്മി ഇത് ഒത്തിരി കഴിക്കും. മമ്മിക്ക് അങ്ങനത്തെ ഓക്വേർഡായിട്ടുള്ള ടേസ്റ്റുകളൊക്കെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ സാധനം ഇതൊക്കെ മമ്മി നന്നായിട്ട് കഴിക്കും. മമ്മി അല്ല, ബേസിക്കലി മമ്മി എല്ലാ ഉപ്പേരികളും കഴിക്കും. ഉപ്പേരിയൊക്കെ തന്നെ ഇരുന്ന് കഴിക്കും. ആൾ ബാക്കിയൊക്കെ വരില്ലേ, അതൊന്നും ഫ്രിഡ്ജിലൊന്നും കയറ്റിയൊന്നും വയ്ക്കത്തില്ല. അതൊക്കെ അങ്ങനെ തന്നെ കഴിച്ച് തീർക്കും മൊത്തം. പിന്നെ ഇഷ്ടമാണ് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എടുത്ത് കഴിയും. ഉപ്പേരി തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളെടുത്ത് കഴിക്കും. ഷീ ലവ്സ് ഇറ്റ് ആക്ച്വലി. സോ അപ്പോൾ നമ്മുടെ സംഭവം മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നോട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. എന്തായാലും തികയോ ഡൗട്ട്ഫുള്ളാണ് ആക്ച്വലി. അടുത്തതും കൊണ്ട് എടുത്താലോ എന്നുള്ളത്. ഇപ്പോൾ ഒരെണ്ണമായിട്ട് വെച്ചാലും പിന്നെ പാടാവും. ഒരെണ്ണമായിട്ട് കുക്ക് ചെയ്യേണ്ടത് നോക്കിയിട്ടൊക്കെ മടി. കാരണം അത് ചിലപ്പോൾ ത്രോ ചെയ്യും. സോ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. എനിവേ ലെറ്റ്സ് കട്ട് ദിസ് വൺ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇതിൽ പ്രഷറൊക്കെ പോയി കിട്ടുവാണെങ്കിൽ നമുക്ക് അതുണ്ടാക്കാം. ഓക്കെ, സോ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു സവാള കൂടി നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാമല്ലോ. നമ്മൾ നേരത്തെ എടുത്ത നമ്മുടെ ഗ്രീൻ പീസിലേക്ക് എടുത്ത സവാള നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളകും സവാളയും ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങനെ വയ്ക്കാം. പിഴിഞ്ഞൊന്നും കളയുന്നില്ല കേട്ടോ, അങ്ങനെ വയ്ക്കാം. അപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ വരുമ്പോഴത്തേനും അത് വാടി കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് കടുക് പൊട്ടിക്കുന്ന പോലെ. ആക്ച്വലി ഇത് ഫംഗസാണ് കേട്ടോ ഈ സംഭവം. കണ്ടോ ഈ ബ്ലാക്ക് കളറിലുള്ളത് സവാളയിൽ കണ്ടിട്ടില്ല. അത് ആക്ച്വലി ഫംഗസാണ്. അതുകൊണ്ട് ഞാനത് എപ്പോഴും വാഷ് ചെയ്ത് കളയും. അറ്റ് ദ സെയിം ടൈം അത് കട്ട് ചെയ്ത കത്തിയും ഞാൻ കഴുകും കേട്ടോ. അങ്ങനെ ഒരു 10 എനിക്ക് കുക്ക് ചെയ്യണമെങ്കിൽ ഒരു ടാങ്ക് വെള്ളം വേണം. ബിക്കോസ് ഞാൻ എപ്പോഴും പോയി കൈ കഴുകും. ഏത് സാധനം കിട്ടിയാലും പോയി കൈ കഴുകും. എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പോൾ തന്നെ പോയി കൈ കഴുകും. എപ്പോഴും കൈ കഴുകിക്കൊണ്ടേ ഇരിക്കും. അല്ലെങ്കിൽ ഒരു ക്ലോത്ത് ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ എവിടെയല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ക്ലോത്തിൽ തുടച്ചാൽ മതിയല്ലോ. ഞാൻ പണ്ടൊരു ക്ലോത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ക്ലോത്തൊക്കെ എവിടെയോ പോയി. ഓക്കെ, സോ നമ്മൾ ഒരു കുറച്ചുകൂടി വലിയ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇടാം. നമ്മൾ നമ്മുടെ സവാളയും ഈ സംഭവം കുറച്ചൊരു വലിയ പ്ലേറ്റിലേക്ക് ഇടാം. കുറച്ച് സോൾട്ടും ഒരു 2 പച്ചമുളക് കൂടി കയറിയിടാം. നമുക്കത് ഇങ്ങനെ കീപ്പ് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് വാടിക്കോളും. അതൊക്കെ നമ്മുടെ പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വന്ന് വളർത്താം. ബിക്കോസ് ഇതിപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ബിക്കോസ് ഇതിലേക്ക് തേങ്ങയൊക്കെ ആഡ് ചെയ്യണം നന്നായിട്ട്. ഇതിലൂടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വാടട്ടെ. നമുക്കെന്തായാലും വേറെ പരിപാടി ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണം. അപ്പോൾ വരാറായി പാടത്ത് പോയിട്ട്. അപ്പോൾ നമുക്കിനി ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനുള്ള പരിപാടികളിലേക്ക് കിടക്കാം. ഗ്രീൻ പീസ് ഞാൻ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഓൾറെഡി സവാളയും തക്കാളിയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടി വേവിച്ച് അതിലേക്ക് ഇടുന്നേ ഉള്ളൂ. ഇത് വെന്തുണ്ടാവും എന്ന് വിചാരിക്കാം. നോക്കട്ടെ എന്തായി എന്നുള്ളത്. സോ നമ്മുടെ പാവയ്ക്കയുടെ സംഭവങ്ങൾ റെഡി ആയിട്ടുണ്ട്. ലെറ്റ്സ് കീപ് ദാറ്റ് അസൈഡ് ആൻഡ് വി ഹാവ് ടു ക്ലീൻ ഹിയർ ആക്ച്വലി.
സോ നമുക്ക് ഈ സംഭവം ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നമ്മൾ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഉണങ്ങി, അല്ല ശരി ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടാറിയും തോന്നുന്നു. ഇതത്ര സൂപ്പർ സോഫ്റ്റ് അല്ല കേട്ടോ. മമ്മിയുടെ ദോശ ഇത് ഭയങ്കര സോഫ്റ്റാണ്, പക്ഷേ ഇതത്ര സോഫ്റ്റ് ആയില്ല. എനിക്ക് തോന്നുന്നു ഈ ദോശമാവ് വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്സ് സോഫ്റ്റ് ആവില്ലേ. ആക്ച്വലി വേണമെങ്കിൽ താഴത്തെ ലെയറിൽ ഒരു ലെയറും കൂടി നമുക്കിടാം. അത്രേ ആവശ്യമുള്ളൂ. ബിക്കോസ് പപ്പ ഒരു 5-6 കഴിക്കുമായിരിക്കും, ഞാനൊരു 3-4 കഴിക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു 4 കൂടി ഇടാം കേട്ടോ. അത്രയും മതി. അധികമായി കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റ് ആക്കാനേ ഉള്ളൂ. സോ ബെറ്റർ അധികമാകാതെ നോക്കുന്നതല്ലേ, വേസ്റ്റ് കുറയ്ക്കാം. സോ നമുക്ക് ഒരെണ്ണം കൂടി ചുട്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി വേവിച്ച് നമ്മൾ കാസറോളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്കിനി നമ്മുടെ ഗ്രീൻ പീസ് വേവിക്കാം. നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് കുട്ടപ്പന്മാരായിട്ട് ഇരിക്കണം കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഗ്രീൻ പീസ് വേവിക്കാം. ഓക്കെ, കുറച്ച് മുളക് പൊടി, കറിവേപ്പില, മല്ലിപ്പൊടി കുറച്ചിടാം. ബിക്കോസ് ലാസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കിയപ്പോൾ മല്ലിപ്പൊടി അധികമായിപ്പോയി, എന്നിട്ട് ഭയങ്കര ട്രബിളായിരുന്നു. പിന്നെയാണ് മമ്മി എനിക്ക് പറഞ്ഞു തന്നത് ഇതിലൊക്കെ കുറച്ചേ ഇടുള്ളൂ എന്ന്. കടുക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ വേണ്ടല്ലേ, കടുക് പൊട്ടിക്കണ്ട. നമുക്ക് ജസ്റ്റ് ഈ പൊടികളൊന്ന് വേവിച്ചിട്ട് അതിലേക്കിടും. കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുള്ളൂ. എനിക്ക് ഓൾറെഡി ഒരു ലെസൺ ഉണ്ട് മല്ലിപ്പൊടി കൂടിപ്പോയിട്ട്, അതുകൊണ്ട് നമ്മളിനി അധികം മല്ലിപ്പൊടി ഇട്ടുള്ള പ്രഹസനങ്ങൾ കാണിക്കുന്നില്ല. ഇപ്പോൾ തരാം. ഓക്കെ, സോ നമ്മുടെ പൊടി ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഈ വെന്ത പൊടിനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മുടെ കറി. ഉപ്പുണ്ടാവും നോക്കട്ടെ സംഭവത്തിന്. ഒക്കെ ആവശ്യത്തിനുണ്ട്, അപ്പോൾ അത് മതി. അപ്പം നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കറി അങ്ങനെ കഴിഞ്ഞു കേട്ടോ. എന്തായാലും ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കറി കൊടുത്ത പപ്പേനെ സെറ്റിലാക്കാം. ഓക്കെ, സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പപ്പയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് ചെയ്യാം. സോ കറി വെച്ചു, നമുക്ക് ഇഡ്ഡലി നിരത്താം. 5 ഇഡ്ഡലി വെക്കാമല്ലേ? യെസ്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ പപ്പയുടെ ഇഡ്ഡലിയും ഗ്രീൻ പീസ് കറി. ഓക്കെ, സോ നമുക്ക് പപ്പയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം. ഓക്കെ, സമയം അപ്പോൾ നല്ല ലേറ്റായി. നമുക്കെന്തായാലും നമ്മുടെ പ്ലേറ്റിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി ബാക്കിത്തെ പരിപാടി കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, സോ ഇതാണ് എൻ്റെ പ്ലേറ്റ്. ദിസ് ഈസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, സോ ഇത് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് പരിപ്പറി ഉണ്ടാക്കാൻ. മീൻ നന്നാക്കണം, കുറച്ച് പരിപാടികളുണ്ട്. ഓക്കെ, സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കാണാം.